ചേട്ടാ, ഇന്ന് കമലാക്ഷി ചേച്ചി കാണിച്ച ധൈര്യം ഭയങ്കരം തന്നെ അല്ലേ? എപ്പോഴാണ് അവള് ധൈര്യം കാണിക്കാത്തത്? ചേട്ടനെയോ എന്നെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞ ചേച്ചിയുടെ വിധം മാറും. സ്നേഹമുള്ളവളാ. ഇപ്പോഴും ചേട്ടന്റെ കാര്യത്തിൽ എന്നെക്കാൾ ശ്രദ്ധ ചേച്ചിക്കാം. അതൊന്നുമല്ല, കൈയില്ലാത്തവനല്ലേ എന്ന് വിചാരിച്ച് അല്പം ദയവ് കാണിക്കുന്നു, അല്ലാതെന്താ? എങ്കിൽ പിന്നെ ഈ നാട്ടിൽ എത്രയോ പെൺപിള്ളേരുണ്ട്, അവരൊക്കെ ചേട്ടന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കാത്ത എന്താ? കമലാക്ഷി ചേച്ചി എന്റെ ചേട്ടന് ജീവനെ പോലെ കരുതും. ചേച്ചി എന്നും ഈ വീട്ടിലുണ്ടാവണമെന്ന എന്റെ ആശ. എന്താ ഏട്ടാ? നീ വളർന്നു പോയി. ഇന്നാണ് നീ ഒരു വളർന്ന പെണ്ണിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. കൊള്ളാം, നടക്കട്ടെ. എന്നാ ഞാനിനി അങ്ങ് തുറന്നു പറഞ്ഞേക്കാം, ചേട്ടൻ കമലാക്ഷി ചേച്ചിയെ കല്യാണം കഴിക്കണം. തൊഴിലൊന്നുമില്ലാത്ത ഒറ്റക്കയ്യ കല്യാണം കഴിക്കാൻ പറ്റിയ സമയം. അതെ, കല്യാണം കഴിക്കാൻ പറ്റിയ സമയം തന്നെ. ഒരു പെങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് കമലാക്ഷി ചേച്ചി പറഞ്ഞത് എത്ര സത്യമാ. അനിയത്തി നിൽക്കുമ്പം ചേട്ടൻ എങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിക്കണ്ട. പറയുന്നവര് പറയും, പക്ഷേ എന്റെ നില എനിക്കറിയാം. അപ്പോ നാട്ടുകാരെന്നെ നോക്കി ചിരിക്കുന്നത് നിനക്ക് കാണണം. ആരും ചിരിക്കാനൊന്നും പോകുന്നില്ല. കമലാക്ഷി ചേച്ചി ചേട്ടന്റെ അടുത്തിരിക്കുമ്പം ആർക്കെങ്കിലും ചിരിക്കാൻ ധൈര്യം വരുമോ? ചേച്ചി, ഞാനും എന്റെ ചേട്ടനും ആരോരുമില്ലാത്തവരാണ്. ഞങ്ങൾ അനാഥരായി വളർന്നു. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് അപ്പനും അമ്മയും എല്ലാം എന്റെ ചേട്ടൻ തന്നെയാണ്. അതും എനിക്കറിയാം. ഇന്നെന്റെ ചേട്ടന്റെ സ്ഥിതി കാണുമ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോന്നു. ഇപ്പോഴെനിക്കൊരു ചേട്ടത്തെ കിട്ടിയ ചേട്ടനതൊരു വലിയ സഹായമായിരിക്കും. എനിക്കും ഒരു അമ്മയെ കിട്ടിയ പോലെ ഇരിക്കും. ഇതെന്തോന്നാ, കഥാപ്രസംഗമോ? എടി കൊച്ചേ, കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. ചേച്ചി, ഓ, എന്റെ ചേട്ടൻ ഒറ്റക്കയ്യനായതുകൊണ്ട് ചേച്ചി ചേട്ടനെ കല്യാണം കഴിക്കാൻ വയ്യാന്ന് പറയുമോ? ഈ കാര്യം നിന്റെ നാക്കിന്നോ നിന്റെ ചേട്ടന്റെ നാക്കിന്നോ ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി എത്ര ദിവസമായി ഞാൻ ഈ നടപ്പ് നടക്കുന്നു. ചേച്ചി, അയ്യോ, നിന്റെ ചേട്ടനെ കെട്ടിപ്പിടിക്കാൻ ശേലം ബാക്കി വെച്ചേക്കണേ. അമ്പലത്തിൽ വെച്ച് ചേട്ടൻ സാറിനെ കണ്ടിട്ട് മിണ്ടിയില്ല. സാർ വളരെ വിഷമിച്ച് മടങ്ങിപ്പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല. അതുകൊണ്ട് പറയൂ. ചോറ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലെ ഊണ് സാറ് കഴിക്കുമോ എന്തോ. അതെന്താ ജാനു അങ്ങനെ ചോദിച്ചത്? വേഗം വിളമ്പ്, നല്ല വിശപ്പ്.
എന്താ നോക്കി നിൽക്കുന്നത്? വേഗം വിലയിട്ടെ. എനിക്ക് വളരെ സന്തോഷമായി സാർ. ശരി, ചേട്ടന്റെ കല്യാണത്തിന് എനിക്ക് ഊണ് തന്നു. ജാനുവിന്റെ കല്യാണ സദ്യ എനിക്കെന്നുണ്ണാൻ കഴിയും? അതിന് സമയം കുറെ പിടിക്കും. അതെന്താ? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഉടനെ ഇനി ഒരു കല്യാണം കൂടെ നടത്താൻ പറ്റുമോ സാർ? ഓ, സാർ ഊണ് കഴിക്കൂ. ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞാലൊന്നും ഞാൻ പാടത്തില്ല. സ്നേഹമായിട്ട് പറയണം. എന്റെ പൊന്നയലക്കറിയല്ലേ, ഒന്ന് പാട്. ഇന്നു മുതൽ ചേച്ചി ജോലിക്ക് പോണ്ട, ഞാൻ പോകാം. അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ പോവാം. നീ വേല എടുക്കാൻ പോകുന്നു നിന്റെ ചേട്ടൻ അറിഞ്ഞാൽ എന്നെ ശരിപ്പെടുത്തും. ചേട്ടൻ അറിയണ്ട, ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു. ചേട്ടന്റെ കാര്യങ്ങൾ നോക്കുക മാത്രമാണ് ഇനി ചേച്ചിയുടെ ജോലി. വേണ്ട ജാനു, എനിക്ക് പേടിയാവുന്നു. ഇത് കൊള്ളാം. എന്തിനാ എന്റെ ചേട്ടനെ കല്യാണം കഴിച്ചത്? കൈയില്ലാതെ വിഷമിക്കുന്ന എന്റെ ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? എന്നാലും എന്റെ ജാനു, ഇതിലൊരു തെറ്റും ഇല്ലേ ചേച്ചി? പോകെ പോകെ ചേട്ടനെ കൂടി നമുക്ക് സമ്മതിപ്പിക്കാം. കമലാക്ഷി, ചെല്ലേ. ഇങ്ങോട്ട് നോക്കി വിളമ്പ്. എനിക്ക് നാണം വരുന്നു. ഭഗവാനെ, എന്തൊരു മറിമായം! സത്യമാണോ കമലാക്ഷി? നിനക്ക് നാണമോ? അതെ. ഭഗവാനെ, ഇനി ചത്താലും വേണ്ടല്ലേ, ചമ്മന്തി ഒഴിക്കും. മുഖത്തെന്താ ഒരു പാട്? ഒന്ന് ചുമ്മാതിരിക്കേ. ഇന്നലെ രാത്രി ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. വലിയ മിടുക്കായി പോയി. ജാനോടെ ഇവിടെങ്ങാനും കാണും. എന്തെടുക്കുന്നു? ഇങ്ങോട്ട് വിളിക്കേ. അവൾ എപ്പോഴിങ്ങ് വരും. നീ എന്തിനാ വളച്ചൊടിക്കുന്നേ? എവിടെയാ അവൾ? പിന്നെ 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 പറയടി, എവിടെ പോയവൾ? പറയാം. എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഇവളെ വേലയ്ക്ക് അയച്ച് നിന്നെ വെട്ടി രണ്ട് തുണ്ടാക്കണം. ഞാൻ ഇവളോട് 1000 പ്രാവശ്യം പറഞ്ഞു പോകരുതെന്ന്. അവള് കേട്ടില്ല. ചേട്ടൻ കയ്യില്ലാത്ത തെണ്ടിയായി പോയില്ലേ? ഇനി അവൻ കുടുംബം അങ്ങനെ പോറ്റും. അതുകൊണ്ട് ജോലി ചെയ്ത് അവനെ അവന്റെ ഭാര്യയും പോറ്റിക്കളയാൻ നിന്റെ അനിയത്തി വിചാരിച്ചു. നമ്മുടെ അമ്മ മരിക്കുമ്പോ നിനക്ക് 2 വയസ്സേ ഉണ്ടായിരുന്നു. നീ ഉറക്കെ കരഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി. 8ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ അധ്വാനം. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ചുമടെടുക്കാൻ പറ്റോ?
പക്ഷെ അതിനു മുമ്പ് ചേട്ടനെ കൊല്ലണം. സുഖമാണോ ജാനു? ചേട്ടൻ വീട്ടിലില്ല. ഇന്ന് ഞാൻ വന്നത് ചേട്ടനെ കാണാനല്ല, ജാനുവിനെ കാണാനാണ്. എനിക്ക് ജാനുവിനോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജാനു, നിനക്ക് വിഷമം തോന്നരുത്, എന്നെ തെറ്റിദ്ധരിക്കുകയും വരുത്. നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്കിതിന്റെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജാനു, 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 ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയോ? ഇല്ല. പിന്നെന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. ശരി, ഞാൻ നാളെ തന്നെ വീട്ടിൽ വന്ന് നിന്റെ ചേട്ടനുമായി സംസാരിക്കാം.